ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാരാ? ആ വചനം ആരാ? കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ വായിൽ നിന്ന് വീണിരിക്കുന്ന വാക്കുകൾ, വാക്യങ്ങൾ, അതാണ് തിരുവെഴുത്തിലെ കാര്യം. അതെന്താ? അത് തിരുവചനങ്ങൾ അല്ലേ? അപ്പോൾ വചനത്തിന് രണ്ടർത്ഥമുണ്ട്. ഇവിടെ പറയുന്ന യേശുവാകുന്ന വചനത്തെക്കുറിച്ചല്ല, പിന്നെയോ യേശുവിൻ്റെ വായിൽ നിന്ന് വീണ വചനത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീണ വചനത്തെക്കുറിച്ചാണ്. മനുഷ്യൻ ജീവിക്കുന്നത് കർത്താവെന്ന് പറഞ്ഞു സാത്താനോട്. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ടും കൂടെ ജീവിക്കുന്നു. അതുകൊണ്ട് നിന്റെ വചനം സത്യത്താൽ എൻ്റെ പിതാവേ, എൻ്റെ ശിഷ്യന്മാരെ നീ ഒന്ന് വിശദീകരിക്കണം. എന്ത് സത്യത്താൽ? വചനമാകുന്ന സത്യത്താൽ. നിന്റെ വചനങ്ങൾ സത്യമല്ലോ. അതുകൊണ്ട് യേശുവിൻ്റെ വചനം സത്യമാണ്. അപ്പോൾ സത്യത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ ഇനി അർത്ഥം പറഞ്ഞ്, പിതാവായ ദൈവത്തിലുള്ള ആരാധന, പുത്രനായ യേശു ക്രിസ്തുവിലുള്ള ആരാധന, പരിശുദ്ധാത്മാവിലുള്ള ആരാധന. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അത് വേർപാടുകാർക്കൊക്കെ അറിയാം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ, അതെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. പ്രാർത്ഥനയും അങ്ങനെയല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിലൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അങ്ങനെയൊക്കെ പറയാം. പക്ഷേ സത്യം എന്നുള്ളത് ഇത് നാലുമാണ്. ഇപ്പം എത്ര സത്യം പറഞ്ഞു? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, വചനം. അടുത്തത് സത്യം തീർന്നില്ല. അപ്പോൾ പിതാവിലുള്ള ആരാധന, പുത്രനിലുള്ള ആരാധന, പരിശുദ്ധാത്മാവിലുള്ള ആരാധന, പിന്നെയോ വചന വ്യവസ്ഥയിൽ വചനത്തിൽ നിന്നുകൊണ്ടുള്ള ആരാധന, വചനത്തിലുള്ള ആരാധന, വചനത്തിലുള്ള ആരാധന. അത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ഗലാത്യ 4:16 വായിച്ചേ. ഗലാത്യ 4:16. ആ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരാധനയോട് കൂട്ടി പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗലാത്യ. അങ്ങനെയിരിക്കെ നിങ്ങളോട് സത്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? മതി. ഗലാത്യരെ അവര് ഒരിക്കൽ വിട്ടുകളഞ്ഞ ന്യായപ്രമാണത്തിലേക്ക് യെരുശലേമിൽ നിന്ന് ഗലാത്യ സഭയിൽ കടന്നു വന്ന ന്യായപ്രമാണ തൽപരരായ ദുരുപദേശക്കാര് അവിടെ വന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് വീണ്ടും ഗലാത്യ സഭ ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോയി. അതിനെക്കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ആ ഗലാത്യ ലേഖനത്തിൽ ദൈവശാസ്ത്രത്തിലെ സത്യമായ കാര്യങ്ങൾ, ദൈവികമായ സത്യങ്ങൾ, വചനത്തിലെ സത്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ, ഈ സത്യമെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഗലാത്യ സഭക്കാർ പറയുകയാ, ഞാനിങ്ങനെ സത്യം പറഞ്ഞതുകൊണ്ട് ഇത്രയും നാളും നിങ്ങളുടെ ഗുരുവും നിങ്ങളുടെ സഭാ ലീഡറുമൊക്കെ ആയിരുന്ന ഞാനിപ്പോൾ ആരായി മാറ്റിയിരിക്കുക? നിങ്ങളെന്നെ ആരായിട്ട് മാറ്റിയിരിക്കുക? നിങ്ങളുടെ ശത്രു ഞാനാണെന്ന് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇപ്പം മിത്രമാരാ? ദുരുപദേശം പറയാൻ വന്നവർ. 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ അവസ്ഥ ഇതാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളുടെ അവസ്ഥ എന്നാ? അതിലും അപ്പോസ്തലനായ പൗലൂസ് സത്യം തെളിയിച്ചു കൊടുത്തപ്പോൾ ഗലാത്യ സഭക്കാർ പറയുക, എന്താണ്, നീ ശത്രുവാ, നീ ഇപ്പം ഞങ്ങളെ ഗുണം വരുത്താൻ വന്നതല്ല എന്നല്ലേ പറയുന്നേ? അതുകൊണ്ട് പൗലൂസ് ചോദിക്കുകയാ, ഞാൻ നിങ്ങളോട് ദൈവികമായ സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ട് മാറിയില്ലേ? ശത്രുവായാലും വേണ്ടിയില്ല, ഞാൻ ഇനി നുണ പറഞ്ഞ മിത്രമാകണോ? അല്ലെങ്കിൽ ദുരുപദേശം പറഞ്ഞ് മിത്രമാകണോ? വേണ്ടേ വേണ്ട. പൗലൂസിനെ ഗലാത്യ സഭയല്ല അവൻ്റെ ദൈവമായതിനേക്കാൾ വലുത്. ശരിയല്ലേ? ഞാൻ ഇന്നാൾ പറഞ്ഞു, വിശുദ്ധിയുടെ ദാവീദിൻ്റെ സന്തതി, ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതി എന്നറിയപ്പെടുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാൽ അല്ലോ ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. ആ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവകൃപ ഞങ്ങൾ പ്രാപിച്ചത്, ഈ അപ്പോസ്തലത്വ ശുശ്രൂഷ ഞങ്ങൾ പ്രാപിച്ചത്. അതുകൊണ്ട് ഗലാത്യ സഭയേക്കാൾ വലുത് ആര് തന്നെയാ? കർത്താവായ യേശു ക്രിസ്തുവാ. അതുകൊണ്ട് അവിടെ പറയുകയാ. അപ്പം എന്താ ഇവിടെ പറഞ്ഞത്? വിഷയങ്ങളിലുള്ള സത്യം, ദൈവിക വിഷയങ്ങളിലുള്ള സത്യം, ദൈവശാസ്ത്രപരമായ എല്ലാ വിഷയത്തിലും ഒരു സത്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കാൻ അത് അരുളി ചെയ്തിരിക്കുന്നത്. അത് പിതാവ് അറിയുന്ന പോലെ പുത്രൻ അറിയാം, പിതാവും പുത്രനും അറിയുന്ന പോലെ പരിശുദ്ധാത്മാവിനറിയാം. പരിശുദ്ധാത്മാവ് തൻ്റെ മക്കൾക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, അവനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ ഇനി നിങ്ങളെ ഉപദേശിച്ചു തരും.
കർത്താവ് പറഞ്ഞത് ഓർപ്പിച്ചുണർത്തും. അത് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് സാക്ഷാൽ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ സത്യത്തിലും പുത്രൻ്റെ സത്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സത്യത്തിലും വചനത്തിൻ്റെ സത്യത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൈവികമായ ആത്മീകമായ വിഷയങ്ങളിൽ സത്യമുണ്ട്. ആ സത്യത്തിൽ നിന്നുകൊണ്ടാണ് ആരെ ആരാധിക്കേണ്ടത്? ന്യായപ്രമാണം വിട്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നവർ വീണ്ടും ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലേക്ക് ചെന്ന് കയറിയിട്ട് ഇതേ ദൈവത്തെ അതേ വാക്കുകൊണ്ട് ആരാധിക്കുമ്പോൾ ഈ ആരാധന ശരിയാവുമോ? ഇല്ല. റോമർ 7:4 നമ്മൾ പലവട്ടം പറഞ്ഞതാ, അല്ലയോ സഹോദരന്മാരെ, ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവനെ നിങ്ങൾ ആകേണ്ടതിന് നിങ്ങൾ കാൽവറിയിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം സംബന്ധിച്ച് ന്യായപ്രമാണത്തിന് മരിച്ചിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക. ന്യായപ്രമാണത്തിന് മരിച്ചവർ പിന്നെയും ന്യായപ്രമാണത്തിൻ്റെ അടിമത്വത്തിലേക്ക് കയറി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യമൊന്നും ദൈവമക്കൾ ഇന്ന് അനുഭവിക്കുന്നില്ല. ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ആണോടാ പാസ്റ്റർ, എനിക്ക് നിന്നെ കഴിഞ്ഞു അറിയാം, നീ എന്നെ ഉപദേശിക്കേണ്ട, അതുകൊണ്ട് എൻ്റെ വലിയ പാസ്റ്ററായിട്ട് ഇരിക്കേണ്ടെന്ന് പറയാനുള്ള ഈ തറുതല പറച്ചിലിൻ്റെ സ്വാതന്ത്ര്യം അല്ലാതെ എന്നാ സ്വാതന്ത്ര്യം എന്ന് വല്ലവർക്കും അറിയാവോ? സകല അടിമത്വത്തിൽ നിന്നും കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ചു എങ്കിൽ നാം കർത്താവിൻ്റെ അടിമയായിരിക്കാൻ വേണ്ടിയിട്ടാണ് വിടുവിച്ചത്. കർത്താവിൻ്റെ അടിമ ഒരുത്തനായാൽ പിന്നെ ഒരുത്തിൻ്റെയും അടിമയാകാൻ പാടില്ല. ന്യായപ്രമാണത്തിൻ്റെ അടിമയാകാൻ പാടില്ല, ജഡത്തിൻ്റെ അടിമയാകാൻ പാടില്ല, സ്വയത്തിൻ്റെ അടിമയാകാൻ പാടില്ല, പാപത്തിൻ്റെ അടിമയാകാൻ പാടില്ല, ലോകത്തിൻ്റെ അടിമയാകാൻ പാടില്ല, അന്ധകാര ശക്തിയുടെ അടിമയാകാൻ പാടില്ല. യേശുവിൻ്റെ മാത്രം അടിമ. എന്നാൽ ഇന്ന് വിടുതൽ കിട്ടിയ ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർ തലകുനിച്ച് കർത്താവിൻ്റെ അടുക്കൽ മുഖം വെപ്പിച്ചിട്ടില്ല. അവർ കർത്താവിൻ്റെ അടിമയിലല്ല, അവനവൻ്റെ ഇതിലാണ് പോകുന്നത്. അതാ ഈ ദൈവസഭയുടെ തകരാറ്. പല വിഷയത്തിൽ നിന്ന് വിടുതൽ കിട്ടി, അത് ശരിയാ. പക്ഷേ ആരുടെ അടിമയായില്ല? വിടുവിച്ചവൻ്റെ അടിമയായില്ല. അപ്പം പിന്നെ ആര് തന്നെയാണ് ഭരിക്കുന്നത്? അവൻ തന്നെ അവനെ ഭരിക്കുന്നു. ചിലപ്പോൾ അവൻ തന്നെ ഭരിക്കും, ചിലപ്പോൾ ജഡം ഭരിക്കും, ചിലപ്പോൾ സാത്താൻ ഭരിക്കും, ചിലപ്പോൾ ലോകം ഭരിക്കും, ചിലപ്പോൾ ദൈവവും ഭരിക്കും. ഈ ഏറ്റക്കുറച്ചിലുള്ള ജീവിതം അങ്ങനെയാണ്. അതുകൊണ്ട് ദൈവികമായ വിഷയത്തിൽ, ആത്മീകമായ വിഷയത്തിൽ സത്യമുണ്ട്, അസത്യമുണ്ട്. ആ സത്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് ആരെ ആരാധിക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ മറ്റൊരു വാക്ക് പറഞ്ഞാൽ ഉപദേശ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഒന്നാമത് ജീവിത വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. രണ്ടാമത് ഉപദേശ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. മറ്റൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 1 പത്രോസ് 5:12. 1 പത്രോസ് 5:12. ഒന്നോടെ വായിച്ചാട്ട്. നിങ്ങളെ പ്രബോധിപ്പിച്ചും എന്നാലും ഇച്ചിരൂടെ മൗളി വായിച്ചു. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അവിടെ ഫുൾ സ്റ്റോപ്പായി. ബാക്കി ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത മതി. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചും വീണ്ടും നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്നും സാക്ഷീകരിച്ചും കൊണ്ട് മതി. ഞാൻ സില്ലുവാനസ് മുഖാന്തരം എഴുതിയ ഈ ലേഖനം സില്ലുവാനസ് മുഖാന്തരം നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാണ്. ഇന്ന് ഒത്തിരി പേര് നിൽക്കുന്നത് കൃപയിലാണ്, അതൊരു സത്യമാണ്. എന്നാൽ സത്യകൃപയിലാണോ അസത്യകൃപയിലാണോ എന്നുള്ളത് ചിന്തനീയം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കൃപയിൽ നിൽക്കുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ സാക്ഷാൽ ദൈവമക്കൾ നിൽക്കേണ്ടത് ഏത് കൃപയിലാണ്?
സത്യകൃപയിൽ. എന്തുകൊണ്ട് പത്രോസ് സത്യകൃപയെന്ന് പറയേണ്ടി വന്നു? കൃപയെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. പത്രോസിൻ്റെ കാലത്ത് തന്നെ സത്യകൃപ വിട്ട് അസത്യത്തിൻ്റെ കൃപ പെരുകിയപ്പോൾ പത്രോസിന് സത്യകൃപ എന്ന് ഉപയോഗിക്കേണ്ടി വന്നു. മക്കളെ, നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരൊക്കെ ഏതൊക്കെ കൃപയിലുണ്ട്? സത്യമല്ലാത്ത അസത്യത്തിൻ്റെ കൃപയിലും ദൈവമക്കൾ നിൽപ്പുണ്ട്. ഇന്നും അതങ്ങനെ തന്നെയാണ്. കൃപയാന്ന് പറയാനേ അറിയത്തുള്ളൂ. സത്യകൃപയാണോ അസത്യകൃപയാണോ എന്ന് അറിയത്തില്ല. പത്രോസിൻ്റെ 2 ലേഖനത്തിലെയും വിഷയം അഗ്നിശോധനയിലെ വൃതന്മാരെന്നുള്ളതാണ്. കഷ്ടതകളാകുന്ന തീച്ചൂളയിലൂടെ കടന്നുപോയി വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളുടെ ചരിത്രമാണ് പത്രോസിൻ്റെ 1-2 ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർ സത്യകൃപയിൽ നിൽക്കാൻ ഇടയായത് അനേക കഷ്ടതകളിൽ കൂടെ ദൈവം അവരെ കടത്തിവിട്ടത് കൊണ്ടാണ്. സത്യകൃപയിൽ നിൽക്കണമെങ്കിൽ കഷ്ടതയുടെ മാർഗത്തിൽ കൂടെയല്ലാതെ ഒരാൾക്ക് സത്യകൃപയിൽ നിൽക്കാൻ കഴിയുകയില്ല. കഷ്ടത അനുഭവിക്കാത്ത ഏതൊരു വ്യക്തിയും ദൈവസഭയിൽ ഉണ്ടെങ്കിൽ അവൻ നിൽക്കുന്നതിന്ന് വ്യാജകൃപയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കൃപ 2ആയി പിരിഞ്ഞുപോയി. ഒന്ന് സത്യകൃപ, മറ്റൊന്ന് വ്യാജകൃപ. അതുകൊണ്ട് പത്രോസ് ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നു. എല്ലാവർക്കും ധാരാളം. അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭത്തിൽ എന്നാ പറയുന്നത്? മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ധാരാളം ദൈവകൃപ ഉണ്ടായിരുന്നു. അത് മാത്രമേ പറയുന്നുള്ളൂ. അതെ, കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി ഇവിടെ പാർത്തു, അല്ലേ? കൃപ പാർത്തു, പൈതൽ വളർന്നു, ജ്ഞാനത്താൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കൃപ എന്ന് പറയുമ്പോൾ ദൈവകൃപ എന്ന് മാത്രം അറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൃപയെ മാറ്റിക്കളഞ്ഞു. അത് വ്യാജ കൃപയാക്കി കളഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പത്രോസ് ആർക്കു വേണ്ടി ലേഖനം എഴുതിയോ ആ ലേഖനത്തിൽ പറയുന്ന വ്യക്തികൾ സത്യകൃപയിൽ നിൽക്കുന്നു എന്ന് പത്രോസ് സാക്ഷിക്കാൻ ഇടയായത് അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന കഷ്ടതയാൽ ദൈവ തേജസ് പ്രാപിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ആർക്ക് സത്യകൃപയിൽ നിൽക്കാൻ കഴിയുന്നുവോ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അപാകതകളല്ല മറ്റ് എല്ലാ കാര്യാദികളും ഉണ്ടാക്കിക്കൊണ്ടാ ദൈവം അവനെ പിടിച്ചു നിർത്തുന്നത്. സ്മുർണ സഭയ്ക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റോ ഉണ്ടായതായിട്ട് കർത്താവ് പറഞ്ഞോ? ഇല്ല. ആസിയയിലെ 7 സഭകളിൽ യാതൊരു വിധമായ കുറ്റവും കുറവുമില്ലാത്ത 2 സഭയുണ്ട്. അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്മുർണ സഭയാണ്. മറ്റൊന്ന് ഫിലാദൽഫിയ സഭ. അവരുടെ നിങ്ങൾ കഷ്ടത, ദാരിദ്ര്യം, നിന്ന എന്നിവയിലൊക്കെ കിടക്കുന്നു. അതിൽ ഞെളിവിരി കൊണ്ട് കിടക്കുമ്പോൾ പറയുകയാ, 10 ദിവസത്തേക്ക് നിങ്ങൾക്കിനി ഉപദ്രവമുണ്ടാക്കും, നിങ്ങളിൽ ചിലരെ തടവുകാര് ആക്കും, മരണപര്യന്തം വിശ്വസ്തമായി നിന്നോ ജീവകിരീടം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. ഈ കഷ്ടതയുടെ മധ്യത്തിൽ കൂടി സ്മുർണ സഭ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കും? ഇല്ല, ഒരിക്കലും സംഭവിക്കത്തില്ല. അവരുടെ ആദ്യ സ്നേഹം വിട്ടുപോകുമോ? ഒരിക്കലുമില്ല. അവർക്ക് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം പാപത്തിൽ അവർ വീണിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വീണില്ല? സമ്പൽ സമൃദ്ധമായ സുഖ സൗകര്യാദികളിൽ സുഖിച്ച് മുമ്പോട്ട് പോയ സഭകളൊക്കെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ മാനസാന്തരം വേണ്ടി വരുന്ന ദുഷ്കരമായ അവസ്ഥയിലേക്ക് പോയപ്പോൾ കഷ്ടതയുടെ തീച്ചൂളിയിൽ വെന്തുരുകിക്കൊണ്ടിരുന്ന സ്മുർണ സഭയ്ക്ക് സത്യകൃപയിൽ നിൽക്കാനിടയായി. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന പത്രോസ് പറഞ്ഞില്ലേ, തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെയാ. പൊന്ന് തീയിൽ ഊതിക്കഴിക്കുന്ന പോലെ കഷ്ടതയുടെ തീച്ചൂളിയിൽ നിങ്ങളെ ഊതിക്കഴിച്ചു എങ്കിൽ മക്കളെ, നിങ്ങൾ ക്ലേശിക്കേണ്ട. നിങ്ങൾ തേജസ്സേറിയവരായി മാറ്റുകൂടിയവരായി അവൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ഇടയാകും. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പറഞ്ഞ്, നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാകുന്നുവെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി, അവൻ്റെ സഭയ്ക്ക് വേണ്ടി, അവൻ്റെ രാജ്യത്തിന് വേണ്ടി, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും പീഡനങ്ങളോ ഉപദ്രവങ്ങളോ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ നിന്ദങ്ങളോ രോഗങ്ങളോ ബാധകളോ അസ്വസ്ഥതകളോ അനുഭവിക്കുന്നുവെങ്കിൽ നിനക്ക് സത്യകൃപയിൽ നിൽക്കാൻ ഇടയാകുമെന്നോർത്ത് സന്തോഷിച്ചു കൊള്ളുക. എല്ലാം സുഖമാണെന്ന് പറഞ്ഞ പോലെ, ലവോദിക്ക സഭ പറഞ്ഞ പോലെ, ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ, നീ നിർഭാഗ്യവാൻ, നീ അരിഷ്ടൻ. നോക്കിയേ,
മനുഷ്യൻ്റെ സാക്ഷ്യമൊന്നും കേട്ട് ആരും മയങ്ങണ്ട കേട്ടോ. ശരിയാ തെറ്റോന്ന് ആർക്കറിയാം? ദൈവത്തിനല്ലേ അറിയാൻ പറ്റുള്ളൂ. വലിയ കാര്യമാണെന്നോർത്ത് പറയണതാ. അത് വലിയ കാര്യമാണെങ്കിൽ ആരംഗീകരിക്കണം? ദൈവം അംഗീകരിക്കണം. വേണ്ടേ? എത്ര പേരുടെ സാക്ഷി ഞാൻ ഹവ്വ അമ്മച്ചിയുടെ സാക്ഷി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. ആദ്യത്തെ കൊച്ചാരാ? കായീൻ. ആത്മാവ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, കായീൻ എവിടെ നിന്നുള്ളവനായിരുന്നു? ദുഷ്ടനിൽ നിന്നുള്ളവൻ. ദുഷ്ടമനുഷ്യരിൽ നിന്നുള്ളതൊന്നുമല്ല. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാ? പിശാച്. അപ്പോൾ ഹവ്വായുടെ സാക്ഷ്യം വേറൊന്ന്, ആ വിഷയം പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞപ്പം വേറൊന്ന്. ശരിയല്ലേ? സക്കായി പിന്നെ സാക്ഷ്യം പറയാൻ പോയില്ല. അവൻ മാനസാന്തരപ്പെട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് ക്ലിയറായി കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞു, ഇവൻ അബ്രാഹാമിൻ്റെ മകനായാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അവൻ്റെ ആത്മീകവും ഭൗതികവും ശാരീരികവുമായ സമസ്ത വിഷയങ്ങളിലും മാനസാന്തരത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയറി പിടിച്ചിട്ട് എല്ലാം കറ തീർന്ന പൊന്നും വെള്ളിയും പോലെ ആക്കി കളഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇവൻ അബ്രാഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറയുകയുണ്ടായി. ലവോദിക്ക സഭ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുക. അന്ത്യകാല സഭ, ഈ കാലഘട്ടത്തിലെ ദൈവസഭയുടെ കാര്യമാണ് പറയണ മക്കളെ. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന നാളുകളിൽ ഭൂമിയിലുള്ള ദൈവസഭകളുടെ കാര്യമാണ് ഏഴാമത്തെ സഭയായ ലവോദിക്ക സഭ. അവൻ എന്തേ പറയാനുള്ളൂ? ഞാൻ സമ്പന്നൻ, ഞാൻ ധനവാൻ, എനിക്കൊന്നിനും. അതല്ല ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്നാ? സമസ്ത വിഷയത്തിലും സമ്പന്നത അല്ലേ? അപ്പം അത് ശരിയാ, എനിക്കൊന്നിനും മുട്ടില്ല. ദൈവം പറഞ്ഞപ്പോൾ, ഓ നീ സമ്പന്നൻ, നീ ധനവാൻ, നിനക്കൊന്നിനും മുട്ടില്ല. പക്ഷെ ഞാൻ നിന്നെ നോക്കിയപ്പോൾ നീ ദരിദ്രൻ, പിന്നെ നീ കുരുടൻ, പിന്നെ നീ നഗ്നൻ, പിന്നെ നീ അരിഷ്ടൻ, പിന്നെ നിർഭാഗ്യവാൻ. ഓ, അത്രത്തോളമുള്ള കടന്ന കൈ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക്? ലവോദിക്ക സഭ എന്താ? ഭൂമി സംബന്ധമായ കാര്യങ്ങളും ശരീര സംബന്ധമായ കാര്യങ്ങളും ഒക്കെ ഓക്കെയാന്ന് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ആത്മാവോ താറുമാറായിപ്പോയി. ആത്മാവ് താറുമാറായിപ്പോയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, വിലയേറിയ വസ്ത്രമാണ് ലവോദിക്കക്കാർ സംസാരിച്ചത്. അമേരിക്കയും ഫ്രാൻസും ഒക്കെ പോലെ അന്നത്തെ കാലത്ത് ലവോദിക്ക എന്ന് പറയുന്നത്. അതൊക്കെ ചരിത്രം നിങ്ങൾക്കറിയാം. അവിടെ എന്തെല്ലാം ഉണ്ടെന്നറിയാവോ? വസ്ത്രമുണ്ടാക്കി അന്നത്തെ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രമുണ്ടാക്കി അവിടെ ഉള്ളവരും ധരിച്ച് ബാക്കി നാനാ ഭാഗത്തേക്കും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവനോടാ പറഞ്ഞത്, നഗ്നനാണല്ലോ മാനെ, നിൻ്റെയൊക്കെ നഗ്നത വെളിവാകണമെങ്കിൽ എന്നോട് വെള്ളയുടുപ്പ് വില കൊടുത്ത് വാങ്ങി ധരിക്കാൻ പറയാം. ശരിയല്ലേ? ഏറ്റവും വലിയ കണ്ണിൽ എഴുതുന്ന ഓയിൻമെൻറ്റ്, ലേപനം ഉണ്ടാക്കി അയക്കുന്നതാ എല്ലാ കണ്ണ് രോഗങ്ങൾക്കും പറ്റിയ സംഹാരമുള്ള സുഖമനുഭവിക്കാനുള്ള ഓയിൻമെൻറ്റ്. അവരോടാ പറഞ്ഞത്, നിൻ്റെ കണ്ണിൽ എഴുതാൻ എൻ്റെ ലേപനം വില കൊടുത്ത് വാങ്ങി എഴുതുക, എങ്കിലേ കണ്ണ് തുറക്കോളൂ എന്ന്. പിന്നെന്താ പറഞ്ഞേ? നഗ്നത മറയ്ക്കാൻ വസ്ത്രം വിലയ്ക്ക് വാങ്ങണം അല്ലേ? പിന്നെ കണ്ണ് തെളിയാൻ ലേപനം വാങ്ങണം. തീയിൽ ഊതിക്കഴിച്ച പൊന്ന് മേടിച്ച് ധനവാനാക്. ഏതാ തീയിൽ ഊതിക്കഴിച്ച പൊന്ന്? തീയിൽ ഊതിക്കഴിച്ച പൊന്നെന്നതാ? പത്രോസ് അപ്പോസ്തലൻ അതല്ലേ പറഞ്ഞേ? നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്കുള്ള വാഗ്ദത്തം, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന തീയിൽ ഊതിക്കഴിച്ച പൊന്നിന് തുല്യമാണ്. ഇയ്യോബ് അനുഭവിച്ചതുപോലെ തന്നെ ഊസ് ദേശത്തിലെ നേരുള്ളവനും നിർദോഷവാനും ഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമായ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഇയ്യോബ്. അവനെ തീയിൽ ഊതിക്കഴിപ്പിച്ചില്ലേ? ഇല്ലേ? എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥ. അതുകൊണ്ട് ദൈവിക സത്യം ഇങ്ങനെ കിടക്കുന്നു. ഞാൻ പറഞ്ഞത് സത്യകൃപയിൽ നിൽക്കണം. വ്യാജകൃപയുണ്ട്. അതുകൊണ്ട് നാം എവിടെ നിൽക്കണം? സത്യകൃപയിൽ നിന്നുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് ദൈവത്തെ ആരാധിക്കാൻ പറയുമ്പോൾ പറയുന്നത് ശരിയാ, സത്യകൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്നാൽ ഇന്ന് അതിനിടയിൽ വ്യാജകൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. കൃപാവരം ഏതാണെന്നറിയാൻ മേലാതെ, കൃപ ഏതാണെന്നറിയാൻ മേലാതിരിക്കുന്നു. ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും കർത്താവുമായിരിക്കുന്ന യേശുവിനെ തള്ളിപ്പറയുന്ന അഭക്തന്മാർ ദൈവസഭയിൽ നുഴഞ്ഞു വന്ന് കൂടിയിരിക്കുന്നു. അതാര് പറഞ്ഞതാ? യൂദാ പറഞ്ഞതല്ലേ? അല്ലേ? അതെ.
വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് ആത്മാവ് ഒരു അധ്യായം എഴുതിച്ചപ്പോൾ അത് എഴുതിക്കാനുള്ള കാരണം, എന്നാൽ യാക്കോബിന് തോന്നിയത് എല്ലാവർക്കും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാമെന്ന് വിചാരിച്ച് എടുത്തു തുടങ്ങാൻ നേരത്തെ പറഞ്ഞത്, നീ പൊതുരക്ഷയെക്കുറിച്ച് പറയണ്ട, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി അവസാനത്തോളം പോരാടി നിൽക്കാൻ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആത്മാവ് പറഞ്ഞു. അവിടെയാ പറഞ്ഞത്, ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കിയിട്ട് ഏകനാഥനും കർത്താവുമായിരിക്കുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തോന്നിവാസം ജീവിക്കുന്ന അഭക്തരായ ആളുകൾ എവിടേക്ക് നുഴഞ്ഞു വന്നിരിക്കുന്നു? ദൈവസഭയിലേക്ക്. അങ്ങനെയുള്ള ആളുകൾ ഏറ്റ് കോനാകൃതികൾ കാണിക്കുമ്പോൾ, കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ, അവൻ സത്യകൃപയിലാണോ വ്യാജകൃപയിലാണോ? വ്യാജകൃപയിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയുണ്ട്, ഇസബേൽ എന്നൊരു സ്ത്രീയെ, ഒരു പ്രവാചകയെ അനുവദിച്ച സഭ ഇല്ലേ? ആസിയയിലെ 7 സഭയിൽ അവിടെയാ പറഞ്ഞിരിക്കുന്നത്, സാത്താൻ്റെ ആഴങ്ങൾ അറിയാത്ത ചുരുക്കം ആളുകൾ ഇതിനകത്തുണ്ട്, അവർക്ക് ഞാൻ അധിക ഭാരം കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്താണ് സാത്താൻ്റെ ആഴങ്ങൾ? വ്യാജകൃപകൾ തന്നെ സാത്താൻ്റെ ആഴങ്ങൾ. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ആഴങ്ങൾ? യഥാർത്ഥ കൃപകളും കൃപാവരങ്ങളുമാണ്. അതുകൊണ്ട് സത്യകൃപയിൽ നമ്മൾ നിൽക്കണം. സത്യകൃപയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതം എങ്ങനെയായിരിക്കും? ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യമൊന്ന് വായിച്ച്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അടുത്ത വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല മോളെ, നീതി നിമിത്തം കഴിഞ്ഞിട്ടുള്ള വാക്യം. എൻ്റെ നിമിത്തം നിങ്ങളെ പഠിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. മതി. ആ വാക്യം വായിച്ചുകൊണ്ട് ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കർത്താവിനെ പ്രതി സഹിച്ച കഷ്ടതകളുടെ പട്ടിക പറഞ്ഞുകൊണ്ട്, പീഡനങ്ങളുടെ പട്ടിക പറഞ്ഞുകൊണ്ട്, ഉപദ്രവങ്ങളുടെ പട്ടിക പറഞ്ഞുകൊണ്ട്, നിന്ദകളുടെ പട്ടിക പറഞ്ഞുകൊണ്ട്, സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നല്ലോ എന്നോർത്ത് സ്വർഗത്തേക്ക് നോക്കി ചാടിത്തുള്ളി ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ദാവീദ് പണ്ടം കണ്ട് അവിടെ നൃത്തം ചെയ്തെന്നും പറഞ്ഞ് ആ നൃത്തം ഇന്നും ചെയ്യിക്കണത് എവിടെയാ? പെട്ടകത്തിൻ്റെ മുമ്പിൽ. ആ പെട്ടകമൊക്കെ പോയി സാക്ഷാൽ പെട്ടകമാകുന്ന യേശു വന്നിട്ട് 2010 കൊല്ലമായി. സാക്ഷാൽ പെട്ടകത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദിച്ച് നൃത്തം ചെയ്യേണ്ടത് മറ്റേതുപോലെയല്ല. ഇവിടെയാ പറയണത്. ഇങ്ങനെ ആരാധിക്കാൻ പറ്റുമോ? പറ്റേണ്ടതാ അല്ലേ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അഷ്ടഭാഗ്യങ്ങളാ. 1-ാമത്തെ ഭാഗ്യത്തിൽ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇടയ്ക്ക് ഒത്തിരി കാര്യം പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുമ്പോൾ പറയുകയാ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പക്ഷേ നീതി നിമിത്തമുള്ള ഉപദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന അടുത്ത വാക്യത്തിലെ വിശദാംശങ്ങൾ അതൊന്നുകൂടെ വായിച്ചാട്ടെ. യേശുക്രിസ്തുവിൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതാരനുഭവിച്ചു? ഈ ഭാഗ്യം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇപ്പം നമുക്ക് തോന്നുന്നു, എൻ്റെ പൊന്നെ ഈ ഭാഗ്യം വേണ്ട എന്ന്. ഇതൊരു ഭാഗ്യമാണ്. എന്നാൽ ആ സ്ഥാനത്ത് കുറേ ഏക്കറേജ് കിട്ടിയെന്നും കുറേ വണ്ടി കിട്ടിയെന്നും മക്കൾക്ക് ജോലി കിട്ടിയെന്നും ഒക്കെ പറയുന്ന, സമ്പത്ത് വർദ്ധിച്ചെന്നും ഒക്കെ പറയുന്ന, ക്യാൻസർ വന്നിട്ട് ഭേദമായി ഇപ്പോൾ ചാടിത്തുള്ളി നടക്കാമെന്നൊക്കെ പറയുന്നതുമായ അനുഗ്രഹങ്ങളാണെങ്കിൽ ചാടിത്തുള്ളി അതിനെക്കുറിച്ചുള്ള പ്രബോധനമേ ഉള്ളൂ ഈ ആരാധിപ്പിക്കാൻ. അല്ലാതെ ആത്മാവ് സംബന്ധമായിട്ട്, നിത്യരക്ഷ സംബന്ധമായിട്ട്, സ്വർഗീയ വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? അത് ഈ ആരാധിപ്പിക്കുന്നവനും ബോധമില്ല, ആരാധിക്കുന്നവർക്കും ബോധമില്ലാതെയായിപ്പോയി. അതാണ് അതിൻ്റെ കാരണം. ഇങ്ങനെ ചാടിത്തുള്ളാൻ പറഞ്ഞിട്ട് ആര് ചാടിത്തുള്ളി? 2000 കൊല്ലമായിട്ട് 1-ാം നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലെ 3-ാം നൂറ്റാണ്ടിലെ ആളുകൾ ചാടിത്തുള്ളിയത് ഇങ്ങനെയാണ്. ശരിയല്ലേ? പഴയ നിയമത്തിൽ ഒരു ഹബക്കുക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. മുന്തിരിവള്ളി പൂക്കാതെ വന്നാലും ശരിയല്ലേ, അത്തിവൃക്ഷം ഫലം തരാതെ വന്നാലും
ഗോതമ്പ് പാടം അത് വിളയാതിരുന്നാലും, ഗോശാലകളിൽ ആടുകളും കന്നുകാലികളും ഇല്ലാതെ വന്നാലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. ഒന്നുമില്ലാതെ വന്നാലും ആനന്ദിക്കും. അതാ പഴയ ഓശയ ഒരു സെപ്പറേറ്റ് പ്രവാചകനാണ്. ഓശയല്ല, ഹബക്കുക്ക് ഒരു സെപ്പറേറ്റ് പ്രവാചകനാണ്. അതുപോലെ തന്നെ ഏലിയാവിൻ്റെ ഏലീശായും ഒരു സെപ്പറേറ്റാണ്. ഇവർ രണ്ടുപേരും പുതിയ നിയമ സത്യങ്ങളെ കുറെ കൂടെ വിളിച്ചറിയിച്ചിട്ടുള്ളവരാണ് പ്രവാചകന്മാരിൽ. ആര്? ഹബക്കുക്കും ഏലീശായും. അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. മറ്റൊരു സ്ഥലത്തും അത് കാണത്തില്ല. ഒന്നാമത് പഴയ നിയമത്തിൽ ഈ ലോക സുഖ സൗകര്യാദികളുടെ കാര്യം മാത്രം അനുഗ്രഹമായിട്ടുള്ളൂ. അതിൻ്റെ മധ്യത്തിലാണ് ഹബക്കുക്ക് പറഞ്ഞത്, ഇതൊന്നുമില്ലാതെ വന്നാലും. ആട്ടിൻ തൊഴുത്തിൽ ഒരാട് പോലും ഇല്ല, തീർന്നുപോയി. ഗോശാലകളിൽ കന്നാലിയുമില്ല. യവത്തിൻ്റെയും ഗോതമ്പിൻ്റെയും പാടം കൃഷി ഉണ്ടായിട്ടേ ഇല്ല. മുന്തിരിത്തോട്ടം കായ്ക്കുന്നില്ല, അത്തിവൃക്ഷം കായ്ക്കുന്നില്ല, ഒലിവ് തോട്ടം ഫലം നൽകുന്നില്ല. ഇതൊന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. അങ്ങനെയല്ലേ പറഞ്ഞേ? അവനെൻ്റെ കാലുകളെ പേടമാൻ കാല് പോലെയാക്കി, അല്ലേ? അവൻ എന്നെ ഗിരികളിൽ മേൽ നടക്കുമാറാക്കി എന്നൊക്കെയല്ലേ പറയുന്നേ? അതാണ് ശരിയായിട്ടുള്ള ഒരവസ്ഥ. ഇതെല്ലാം എന്തോരം വൈരുദ്ധ്യമെന്നറിയാവോ? രണ്ട് യുഗങ്ങൾ തമ്മിലും, രണ്ട് പ്രമാണങ്ങൾ തമ്മിലും, രണ്ട് പഴയ നിയമസഭയും പുതിയ നിയമസഭയും തമ്മിലുള്ള അത് വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ഒന്നിൻ്റെ ബാക്കി ഒന്ന് അവനെ തട്ടിയേച്ച് നമ്മളെ ആക്കി, അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് സുഖാസുഖം. അങ്ങനെയാണോ പറഞ്ഞേ? സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. സ്വാഭാവിക നാട്ടൊലിവിൻ്റെ കൊമ്പുകൾ ഒടിച്ച് കളഞ്ഞിട്ട്, ഫലം കായ്ക്കാത്തതുകൊണ്ട് ഒടിച്ച് കളഞ്ഞിട്ട്, കർത്താവ് കാട്ടിൽ ചെന്ന കാട്ടൊലിവിൻ്റെ കൊമ്പുകൾ ഒടിച്ചുകൊണ്ട് വന്ന് ഒടിച്ച നാട്ടൊലിവിൻ്റെ കമ്പുകളിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഈ നാട്ടൊലിവിൻ്റെ തായിത്തടിയിലൂടെ പോഷകാംശം കയറി കാച്ചുവെങ്കിൽ നീ എന്തിനാ അവിടെ നിന്ന് എളിയുന്നു? സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയവൻ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ഞെളിയാതെ ഭയപ്പെട്ടുകൊള്ളുക, വീഴാതെ വണ്ണം നോക്കിക്കൊള്ളുക, അല്ലേ? റോമാലേഖനം 11-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. യഹൂദ ജാതിയോടുള്ള ബന്ധത്തിൽ ഇത്രയേ ഉള്ളൂ ദൈവസഭ. സമയമാകുമ്പോൾ ഒട്ടിച്ച കാട്ടൊലിവിൻ്റെ കൊമ്പുകളെ അടർത്തിയിട്ട് യഹൂദനെ തന്നെ വീണ്ടും നാട്ടൊലിവിൽ ഒട്ടിക്കും. അതുകൊണ്ട് റോമർ 9, 10, 11 അധ്യായം വായിക്കുമ്പോൾ യഹൂദ ജാതിക്ക് ജാതികമായ രക്ഷയും അവരെന്തുകൊണ്ടിങ്ങനെ ആയെന്നും ഇനി എങ്ങനെ ആകുമെന്നും എല്ലാം ഓർക്കുമ്പോൾ, ഇതിനിടയ്ക്ക് വന്ന ഒരു ദൈവകൃപയാ ദൈവസഭ എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ, സമുദായക്കാരെല്ലാം ഓർക്കുന്നെങ്ങനെ. നമ്മൾ പള്ളിയിൽ, യാക്കോബക്കാരുടെ പള്ളിയിലായിരുന്നപ്പോൾ എന്താ ഈ യഹൂദന്മാർ എന്തോ ഒരു ശാപ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കിടന്ന് ശപിക്കണത്. പ്രാർത്ഥനയിലും ശാപം, പാട്ടിലും ശാപം, മുടിഞ്ഞു പോയെന്നാണ് പറയണത്. കർത്താവ് ആരെങ്കിലും ശപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? യഹൂദന്മാർ ശപിക്കാനും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അടിസ്ഥാനമായിട്ട് അവിടെ തെറ്റി. എന്നാൽ യഹൂദന്മാർ കർത്താവിനെ കുരിശിച്ച് കൊന്നു എന്നും പറഞ്ഞാൽ ഈ ശാപം ഇന്നും പറയണത്. അല്ലയോ യഹൂദന്മാർ, പൗരോഹിത്യമില്ലാതെ, പ്രവാചകത്വമില്ലാതെ, രാജ്യത്വമില്ലാതെ നിങ്ങളുടെ നിലയം ശൂന്യമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് പാടുന്നു. അതൊക്കെ ശരിയാണെങ്കിലും യഹൂദ ജാതിയുടെ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി. വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. എപ്പോൾ നിനക്ക് അവിശ്വാസം വരുന്നോ അപ്പോൾ നീയും ഒടിഞ്ഞു പോകും എന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? വിശ്വാസം അവിശ്വാസം ഇതാ അവിടുത്തെ വിഷയം. അവിശ്വസിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയി, വിശ്വസിച്ചപ്പോൾ നമ്മൾ ചേർന്ന് വന്നു. നമുക്ക് അവിശ്വാസം വരുമ്പോൾ നമ്മളും ഇതിൽ നിന്ന് ഒടിഞ്ഞു പോകും. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ പുനരുദ്ധാനം എന്നല്ലാതെ പിന്നെ എന്താകും? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോൾ ഇത് അങ്ങോട്ട് മാറും, ഇസ്രായേൽ ഇവിടെ യഥാസ്ഥാനപ്പെടും. ഇതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാൻ മേല, അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നതിനെയാണ് ആരാധിക്കുന്നത്. അവസാനം ആ സ്ത്രീ പറഞ്ഞു, മശിഹ എന്ന് പറയുന്ന ഒരാൾ വരുമ്പോൾ ഞങ്ങൾക്കിതെല്ലാം വീണ്ടും വണ്ണം ഉപദേശിച്ച് തരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ വരുവാനുള്ള മശിഹ. അതുകൊണ്ട് എന്താണ് സത്യകൃപ? നിങ്ങൾ നിൽക്കുന്ന
സത്യകൃപ. നാം നിൽക്കുന്നത് എവിടെയായിരിക്കണം? സത്യകൃപയിലായിരിക്കണം. നാം ചരിക്കുന്നത് എവിടെയായിരിക്കണം? സത്യകൃപയിലായിരിക്കണം. നാം ആരാധിക്കുന്നത് എവിടെയായിരിക്കണം? സത്യകൃപയിൽ നിന്നുകൊണ്ട് ആയിരിക്കണം. ഇങ്ങനെയുള്ള ഒരാരാധനയാണ് ആരാധന എന്ന് പറയുന്നത്. ഇത് ഒരു മണിക്കൂർ നേരത്തേക്കോ ഒരു ദിവസത്തേക്കോ ദൈവമക്കൾ കൂടി വരുമ്പോഴോ ഉള്ളതല്ല. കൂടി വരുമ്പോൾ ആരാധിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിൻ്റെയും ജീവിതം ഇപ്രകാരമുള്ളതാണ്. ആരാധനാ ജീവിതമാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. മറ്റവർക്ക് പള്ളി വരുമ്പോൾ ആരാധിച്ചാൽ മതി, ഒരു പ്രത്യേക ദിവസങ്ങളിൽ ആരാധിച്ചാൽ മതി. പക്ഷേ നമുക്കങ്ങനെയാണോ? അല്ല. അതുകൊണ്ട് സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഇപ്പോൾ സത്യമെന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് പറഞ്ഞു? പിതാവായ ദൈവം സത്യം, പുത്രനായ ദൈവം സത്യം, പരിശുദ്ധാത്മാവായ ദൈവം സത്യം, ദൈവവചനം സത്യം, അതുപോലെ തന്നെ ദൈവിക വിഷയത്തിലെ സത്യം അല്ലേ, അതുപോലെ തന്നെ സത്യകൃപ. ഇനി ഒന്നോടെ ഉള്ളൂ. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ, ഭൗതികമാകട്ടെ, ദൈവികമാകട്ടെ, ആത്മീകമാകട്ടെ, പൈശാചികമാകട്ടെ, എന്തുമാകട്ടെ, ആ വിഷയത്തിലെല്ലാം എന്തുണ്ട്? സത്യവും അസത്യവുമുണ്ട്. ആ വിഷയത്തിലെല്ലാം ദൈവപൈതൽ ഏതിൻ്റെ ഭാഗത്ത് നിൽക്കണതായിരിക്കണം? സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കണതായിരിക്കണം. ഒരു സഹോദരന് വേണ്ടി, കാരണം അവൻ നമ്മെ ഇച്ചിരി പൈസ തന്ന് സഹായിച്ചതാണ്. ആ പുള്ളിക്കൊരു വിഷയമുണ്ടായി. അപ്പോൾ അവൻ്റെ ഭാഗത്താ തെറ്റ്. കേസ് അപ്പുറത്തെ പുള്ളി കേസ് കൊടുത്തപ്പോൾ നമ്മളോട് പറയുക, എടാ നിനക്കില്ലാതെ വന്നപ്പോൾ നീ 5000 രൂപ ചോദിച്ചപ്പോൾ ഞാൻ 10000 രൂപ തന്നതല്ലേ, ഒരു സാക്ഷി എനിക്ക് വേണ്ടി ഒന്ന് പറയാം. ഓ ഓക്കെ. അവിടെ ചെന്നൊരു കള്ളസാക്ഷിയും പറഞ്ഞു. ഇവനറിയാം സത്യം ആരുടെ ഭാഗത്താ? അപ്പുറത്തെ അവൻ്റെ ഭാഗത്താ. അവൻ കേസ് ഇവൻ്റെ എതിരെ കേസ് കൊടുത്തു. അപ്പോൾ ഇവൻ്റെ ഭാഗം ശരിയാണെന്നൊന്ന് പറയാൻ ഒരു സാക്ഷിയെ വിളിച്ചു. നമ്മൾ ചെന്ന് സാക്ഷിയും പറഞ്ഞു. കാരണം അവനോട് നമ്മൾ കടപ്പാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവിനോട് നീ കാലുവരി കുരിച്ച തൂങ്ങി നോക്കിയുള്ളത് എനിക്കറിയാം, പക്ഷേ ഇന്നാൾ ഇല്ലാതെ വന്നപ്പോൾ 10000 രൂപ എടുത്തു തന്ന നീയല്ല, അവനാ. അതുകൊണ്ട് അവനൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവന് വേണ്ടി ഒരു കോടതി ചെയ്തൊരു വാക്ക് പറയാതിരുന്നാലോ? ആ മനോഭാവത്തിലല്ലേ പോണത്. ഈ വിഷയം അങ്ങനെ ഒരുത്തം പോയിട്ട് അവൻ ഹോളിലേക്ക് വന്നിട്ട് അവൻ അന്യഭാഷ പറയുമോ, അവൻ കൃപാവരം ജ്വലിപ്പിക്കോ, തലകുത്തി നിന്ന് ആരാധിക്കോ, ചാടിത്തുള്ളി ആരാധിക്കോ ഒക്കെ ചെയ്താൽ അതാണ് ഭയങ്കര ഉണർവെന്ന് വിചാരിച്ചാൽ എൻ്റെ പൊന്നുമക്കളെ അതിനെന്താ പേര് പറയണേ? അതാ അങ്ങനെ നടത്തുന്നവരില്ലേ? കള്ളസാക്ഷിയാലോ അതിനേക്കാൾ വലിയ പാപം ചെയ്തേച്ചും ഈ ആരാധനയുടെ ദിവസങ്ങളിലും കൂടിവരവിൻ്റെ ദിവസങ്ങളിലും എല്ലാം ഈ പ്രോഗ്രാം ശുശ്രൂഷ അടിപൊളിയായി നടത്തുകയും പിന്നെയും പഴയ ജീവിതം നയിക്കുകയും ചെയ്യുന്നവർ ദൈവസഭയിൽ ധാരാളമുണ്ട്. മലങ്കര സഭയിൽ പകുതിയും ഇതേ ടൈപ്പായി പോയി 21 കൊല്ലമായിപ്പോൾ. അതുകൊണ്ട് ആരാധന അടിപൊളിയായിട്ട് അങ്ങ് പൊക്കോളും. ശരിയല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ 100 വിഷയങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ, അഭിമുഖീകരിക്കേണ്ടി വരും. ആ വിഷയത്തിലെല്ലാം മറ്റുള്ള മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും രക്ഷിക്കപ്പെടാത്ത നാമധായക്കാർക്കും വരെ അറിയാം ആ വിഷയത്തിലൊക്കെ ഓരോ സത്യമുണ്ട്, അസത്യമുണ്ട്. അവർക്ക് പോലും ബോധ്യപ്പെടുന്ന ആ സത്യം പറയാൻ കെൽപ്പില്ലാതെ, പ്രവർത്തിക്കാൻ കെൽപ്പില്ലാതെ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്നാ കാണീര. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ മരിക്കുന്നിടം വരെ ഒരു വ്യക്തി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 24 മണിക്കൂറും ഈ ഭൂമിയിൽ ഓരോരോ വിഷയം അവനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ആ വിഷയത്തിലെല്ലാം ഏതിൻ്റെ ഭാഗത്ത് നിൽക്കണം? സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും സത്യത്തിന് വേണ്ടി നിന്നാൽ നഷ്ടമേ വരത്തുള്ളൂ, ലാഭം കിട്ടത്തില്ല. അങ്ങനെ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാതെ നിൽക്കുന്നവൻ, അവനാണ് യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ കയറുന്നത്. പുതിയ നിയമത്തെ ആ വിശുദ്ധ പർവ്വതം ഏതാണ്? സിയോൻ പർവ്വതം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരുശലേമിനും, അങ്ങനെ പറഞ്ഞല്ലേ പോരുന്നേ. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി അവസാനിപ്പിക്കുന്നത് എബ്രായ ലേഖനം 12:22 മുതൽ. ഒന്ന് വായിച്ചാട്ടെ, എബ്രായർ 12:22. പിന്നെയോ നോക്കിയേ, സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ
സ്വർഗീയ യെരൂശലേമിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായിരിക്കുന്ന സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിയായ ദൈവത്തിനും സിദ്ധന്മാരായ ഉം, നീതിമാന്മാരുടെ ആത്മാക്കൾക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും പുതുനിയമത്തിന്റെ മാധ്യസ്ഥനായ യേശു ക്രിസ്തുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സിയോൻ പർവ്വതം മുതൽ കാൽവറി കുന്നിലെ ക്രൂശിക്കപ്പെട്ട മശിക വരെയുള്ള വിഷയങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അടുക്കലാണ് ഒരു പുതിയ നിയമ വിശ്വാസി വന്നിരിക്കുന്നത്. നമ്മൾ കയറിപ്പോകുന്നത് പറയണമെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് പറയണം. സ്വർഗീയ ഉന്നതത്തിൽ നിന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ എവിടം വരെ വന്നിരിക്കുന്നു, നിങ്ങൾ ഇവിടം വരെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ അത് അടിയിൽ നിന്ന് മുകളിലോട്ടൊന്ന് വായിക്കാവോ? അതാ നമ്മുടെ പടികൾ. ആദ്യം നമ്മൾ എവിടെ വരണം? ക്രൂശിക്കപ്പെട്ട മശികാരുടെ അടുക്കൽ, കാൽവറി രക്തത്തിൽ. അത് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന പുതുനിയമത്തിൻ്റെ മാധ്യസ്ഥനായ യേശുവിൻ്റെ അടുക്കൽ. അത് കഴിഞ്ഞാൽ പിന്നെ എവിടേക്ക് വരണം? അതിൻ്റെ തൊട്ട് മുകളിലത്തെ കാര്യം, സിദ്ധന്മാരായ നീതിമാന്മാരായ ആത്മാക്കൾ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മഹോപദ്രവ കാലത്തുമൊക്കെ സിദ്ധന്മാരായി തീർന്നിരിക്കുന്ന നീതിമാന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ അടുക്കിലേക്ക് വരും. പിന്നെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ, ഒരു വാക്ക് വിട്ടുപോയതായ രണ്ട് വിഷയമുണ്ട്. ആദ്യജാതന്മാരുടെ സംഘമുണ്ട്, ആദ്യജാതന്മാരുടെ സഭയുണ്ട്. ഇവിടെ സഭയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ആദ്യജാതന്മാരുടെ സഭ, സംഘം എന്നൊരു കൂട്ടരുണ്ട്. ചർച്ച്, സഭ, അസംബ്ലി, കൂട്ടം, ബ്രദറൻ അസംബ്ലി എന്നൊരു പേരില്ലേ? അസംബ്ലീസ് ഓഫ് ഗോഡ്. ചർച്ച് എന്ന് പറയണതല്ല, അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സമൂഹം, ഒരു കൂട്ടം. അതാ ആദ്യജാതന്മാരുടെ സംഘം. അത് വിട്ടുപോയതാ, മൂലഭാഷയിലുണ്ട്. ആ ഓരോ വാക്കവിടെ ഇല്ല. ആദ്യജാതന്മാരുടെ സഭയ്ക്കും പിന്നെ അപ്പൊ ആദ്യജാതന്മാരുടെ സംഘത്തിനും പിന്നെ സഭയ്ക്കും എന്നാണ് നമ്മളത് വായിക്കേണ്ടത്. വീണ്ടും പിന്നെ മാലാഖമാരുടെ ദൂതന്മാരുടെ ഗണം അവരുടെ അടുക്കിലേക്കും, പിന്നെ സ്വർഗീയ യെരൂശലേം, പിന്നെ സിയോൻ പർവ്വതം. അവസാനം ചെന്ന് നിൽക്കുന്നത് എവിടെയാ? സിയോൻ പർവ്വതം അല്ലേ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഇതിൻ്റെ മറ്റൊരു വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെയോ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ 144,000 വിശുദ്ധന്മാരും നിൽക്കുന്നത് കണ്ടു. ആ സിയോൻ മലയിൽ നിൽക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിത രീതി നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. വെളിപ്പാട് 14:1 മുതൽ 5 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ ആ സിയോൻ മലയിൽ കയറിയവരുടെ യോഗ്യതകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമിട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകിയാൽ അവരുടെ യോഗ്യതകൾ പറയുകയാ. അവർ കന്യകമാരാകിയ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. കുഞ്ഞാടിന് പോകുന്നിടത്തൊക്കെയും അവനെ മാത്രം അനുഗമിച്ചു കൊണ്ടിരുന്നവരാണ്. വീണ്ടും അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദിഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ആദ്യഫലമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ പുനരുത്ഥാനത്തെക്കുറിച്ച്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം എന്ന് ചിന്തിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ആദ്യഫലമാണ് ഇവര്. വീണ്ടും ഭോഷ്ക് അവരുടെ വായിലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ കളങ്കമില്ലാത്തവരായിരുന്നു. ഒരു നുണ പോലും പറയാത്ത കൂട്ടം. രക്ഷിക്കപ്പെട്ടിട്ട് എത്ര എണ്ണം കിട്ടി? 144,000. 1,44,000. അപ്പം ഈ ഒരു നുണയും പറയാത്ത ദൈവമക്കളെ എണ്ണിയപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ. 2010 കൊല്ലമായിട്ട് ഒരു ദർശനം കാണിച്ചു കൊടുത്തതല്ലേ. ഇവരെവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ വിഷയം സിയോൻ മലയിൽ അല്ലേ?
ദൈവമക്കളായിരിക്കേണ്ട അത്യുന്നത പദവികളിൽ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സത്യകൃപയിൽ നിൽക്കണം. ഇങ്ങനെ എത്ര സത്യമായി? പിതാവ് സത്യം, പുത്രൻ സത്യം, പരിശുദ്ധാത്മാവ് സത്യം, ദൈവവചനം സത്യം, ദൈവശാസ്ത്രത്തിലെ ഉപദേശങ്ങളിലെ സത്യം, പിന്നെ കൃപയുടെ സത്യകൃപയിൽ, ആ സത്യത്തിൽ അടുത്തതാണ് ഞാൻ പറഞ്ഞത്. ഈ ലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നാം എന്നും അഭിമുഖീകരിക്കുന്ന ഏത് വിഷയവുമാകട്ടെ, ആ വിഷയത്തിലൊരു സത്യമുണ്ട്. അറിയാവുന്ന സത്യം, ബോധ്യപ്പെട്ട സത്യം. അറിയാൻ മേലാത്ത പോലും ചെയ്യാൻ പറ്റുമോ? ആ സത്യത്തിൽ ആര് ജീവിക്കേണ്ടതാ? ദൈവമക്കൾ ജീവിക്കേണ്ടതാ. ഈ മറ്റുള്ള ആളുകൾ ചോദിച്ചിട്ടില്ലേ? ക്രിസ്ത്യാനികൾ ചോദിച്ചു, എനിക്കറിയാം നീയൊക്കെ ക്രിസ്ത്യാനി, എന്നും പള്ളിയിലൊക്കെ പോയി കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്താടാ ഇങ്ങനെ നുണ പറയണമെന്ന് ഈ മറ്റുള്ളവർ ചോദിച്ച് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദൈവമക്കളോട് ചോദിക്കാറില്ലേ? കൊട്ടും പാട്ടും പ്രസംഗമൊക്കെ നല്ലതാ, നാക്കെടുത്താൽ നീ നുണയേ പറയുള്ളൂ അതിനാ എന്ന് ചോദിക്കാറില്ലേ? ഈ പറഞ്ഞവരുടെ വായിൽ എന്തില്ലായിരുന്നു? ഫോഷ്കില്ലായിരുന്നു. സാത്താൻ ഫോഷ്ക്ക് പറയുന്നവനും ഫോഷ്കനെ ഉണ്ടാക്കുന്ന അപ്പനുമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി വായിൽ ഫോഷ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ, കാര്യസാധ്യത്തിന് വേണ്ടി പറയുന്നുവെങ്കിൽ, അവനിലെങ്ങും ഒരു പരിശുദ്ധാത്മാവും ഇല്ല കേട്ടോ, മറ്റവൻ്റെ ആത്മാവാ. അങ്ങനല്ലേ? എന്തുകൊണ്ട് വായിൽ ഫോഷ്ക്ക് വന്നില്ല? ഹൃദയത്തിൽ നിഷ്കളങ്കരായിരുന്നതുകൊണ്ട്. അതല്ലേ താഴെ പറഞ്ഞിരിക്കുന്നേ അല്ലേ? ഫോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ നിഷ്കളങ്കന്മാർ ആയിരുന്നു. ഹൃദയത്തിൽ അകം നിഷ്കളങ്കമായിരുന്നാൽ പുറം ശുദ്ധമാകും. അതാ കർത്താവിൻ്റെ തത്വം. പുറം ശുദ്ധമാക്കിക്കൊണ്ടിരുന്നാൽ അകം എന്നും വെടക്കായിരിക്കും. എക്സാമ്പിൾ കല്ലറ. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, പക്ഷേ അകമോ വളരെ മോശപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എവിടെ ആദ്യം ശരിയാക്കേണ്ടത്? അകം ശരിയാക്കുക. അകം വിശുദ്ധിയിലും നിഷ്കളങ്കതയിലും ആയപ്പോൾ ഒരു വാക്ക് പോലും, നുണയുടെ ഒരു വാക്ക് പോലും അവരുടെ വായിൽ കൂടെ പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് സത്യത്തിൽ ആരാധിക്കുക എന്നുള്ളതായ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ഇരിക്കുന്നു. എത്ര വിഷയമായി? 7 ആയില്ലേ? ഈ 7 വിഷയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവത്തെ സ്വഭാഷയിൽ ആരാധിച്ചാലും അന്യഭാഷയിൽ ആരാധിച്ചാലും മറ്റ് ഭാഷാവരങ്ങളിൽ ആരാധിച്ചാലും ഈ ആരാധനയൊക്കെ ദൈവത്തിന് പ്രസാദകരം. ജനിച്ചു വളരുമ്പോൾ ഒരു സ്വഭാഷയുണ്ട്, നമ്മുടെ മാതൃഭാഷ. അതെല്ലാവർക്കും അറിയാം. അതിൽ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാഷ അറിയാൻ മേലാത്തൊരു രാജ്യത്ത് ചെന്നാൽ അന്ന് പെന്തോക്കോസ്തിൽ കൊടുത്ത പോലെ 18 കൂട്ടക്കാരുടെ ഭാഷ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിട്ട് ആ ഓടിക്കൂടി ആയിരക്കണക്കിനായിട്ടുള്ള 18 ഭാഷക്കാർക്ക് ഈ ദൈവിക സത്യം തിരിയാൻ തക്കവണ്ണം പഠിക്കാത്തതും അറിയാത്തതുമായ ലോകത്തിലെ ഭാഷകളുടെ വരമാർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. തിരിച്ചറിയാൻ മേലാത്ത ഭാഷയും അവർ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഭാഷാ വരത്തിൽ ആരാധിച്ചാലും അന്യഭാഷയിൽ ആരാധിച്ചാലും മാതൃഭാഷയിൽ ആരാധിച്ചാലും ഭാഷ നോക്കിയല്ല, ഹൃദയത്തിൻ്റെയും അകത്തിൻ്റെയും അവസ്ഥ നോക്കിയ ആരാധന ദൈവം പ്രസാദിക്കുന്നത്. കായീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. കായീനിൽ പ്രസാദിച്ചാൽ പിന്നെ കായീൻ്റെ യാഗത്തിൽ പ്രസാദിക്കില്ലേ? ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അതുകൊണ്ട് ആരാധനയേക്കാൾ, പ്രസംഗത്തേക്കാൾ, കർത്തൃമേശയേക്കാൾ, സഭായോഗത്തേക്കാൾ, കൃപാവര ശുശ്രൂഷയേക്കാൾ നീ എന്ന് പറയുന്ന വ്യക്തിത്വം ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തിത്വം ദേഹം ദേഹി ആത്മാവിൽ സത്യത്തിലായിരിക്കണം.